എല്ലാവർക്കും നമസ്കാരം. ചോറിൻ്റെ കൂടെയും കപ്പ, കാച്ചിൽ, ചേമ്പ് ഒക്കെ പുഴുങ്ങിയതിൻ്റെയൊക്കെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനായ ഒന്നാന്തരം ഒരു മുളക് ചമ്മന്തിയുടെ റെസിപ്പിയാണ് ഇന്ന്. ഈ മുളക് ചമ്മന്തി ഒരു മാസത്തോളം കേടുകൂടാതെ നമുക്ക് സൂക്ഷിക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. മറക്കാതെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കണം. അപ്പോൾ ഒരു 20-25 വറ്റൽമുളക് എടുക്കാം. നിങ്ങൾക്ക് എത്ര ചമ്മന്തി വേണമെന്നുള്ളതിൻ്റെ അനുസരിച്ച് മുളകിൻ്റെ എണ്ണം കൂട്ടാം. അതുപോലെ ചുവന്നുള്ളി നന്നായിട്ട് വേണം. ഒരു 3-4 പിടി ചുവന്നുള്ളി വേണം. അത് വലിയ ചുവന്നുള്ളിയാണെങ്കിൽ രണ്ടായിട്ടൊന്ന് അരിഞ്ഞ് എടുത്ത് വയ്ക്കണം. അപ്പം വറ്റൽമുളക് ഞെടുപ്പെല്ലാം കളഞ്ഞ് നന്നായിട്ടൊന്ന് കഴുകി വയ്ക്കണം. അപ്പോൾ ഏകദേശം ഒരു 1/4 കപ്പ് വെളിച്ചെണ്ണ നമ്മൾ ചൂട് കട്ടിയുള്ള ഉരുളി അല്ലെങ്കിൽ നല്ല ചീനിച്ചട്ടിയിലേക്ക് ഒഴിച്ച് ചൂടാകുമ്പോൾ നമുക്ക് ഈ വറ്റൽമുളക് ചേർത്ത് നന്നായിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് വറുത്തെടുക്കാം. നന്നായിട്ട് ഇളക്കണം. എല്ലാ ഭാഗവും ഒരുപോലെ മുരിഞ്ഞു വരണം. ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുന്നത് വരെ ഇത് നന്നായിട്ട് വറുത്തെടുക്കണം. അപ്പോൾ ഈ ചമ്മന്തി നമ്മളിങ്ങനെ തയ്യാറാക്കി വെച്ചാൽ നമുക്ക് തേങ്ങാ ചമ്മന്തി അരയ്ക്കാനാണെങ്കിലും ഈ ഒരു കൂട്ടുമതി. അപ്പം മുളക് നന്നായിട്ടൊരു ഇളം ബ്രൗൺ കളറായി വരുന്നുണ്ട്. കല്ലിൽ അരയ്ക്കുന്നവരിത് പ്ലേറ്റിലേക്ക് കോരി വയ്ക്കാം. മിക്സിയിലാണ് അരയ്ക്കുന്നതെങ്കിൽ നമുക്ക് ഈ മുളക് വറുത്തത് മിക്സിയുടെ നന്നായിട്ട് ഉണങ്ങിയ ബൗളിലേക്ക് നമുക്കിത് എടുത്ത് ആക്കി തണുക്കുന്നതിനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി അതേ എണ്ണയിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി, രണ്ടായിട്ടൊന്ന് മുറിച്ച് വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയാണ്. ചുവന്നുള്ളി നന്നായിട്ട് തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. ചുവന്നുള്ളി ചേർത്ത് നന്നായിട്ട് തുടരെ ഇളക്കണം. ചുവന്നുള്ളി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു പിടി കറിവേപ്പില, അതുപോലെ പുളിക്ക് ആവശ്യത്തിനുള്ള വാളൻ പുളി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ കറിവേപ്പിലയും കൂടെ ഇങ്ങനെ ചേർക്കുമ്പോഴത്തേക്ക് ചമ്മന്തിക്ക് നല്ലൊരു ടേസ്റ്റും അതുപോലെ നല്ലൊരു മണവും നല്ലൊരു കളറുമാണ്. അതുതന്നെയല്ല, കറിവേപ്പില ചേർക്കുന്നത് ഒരുപാട് ഗുണവുമാണല്ലോ. അപ്പോൾ കറിവേപ്പിലയും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കി ഇത് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ച് എടുക്കണം. ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി ഇളം ബ്രൗൺ കളറാകണം. അതിലെ ജലാംശമൊക്കെ നന്നായിട്ടൊന്ന് വറ്റണം. ഇപ്പം നമ്മൾ എടുത്ത് വെച്ചിരുന്ന വറ്റൽമുളകൊക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പാകത്തിനുള്ള കല്ലുപ്പാണ് നമ്മൾ ചേർക്കുന്നത്. കല്ലുപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പം തരിതരിപ്പായിട്ട് നന്നായിട്ടിത് പൊടിച്ചെടുത്തിട്ടുണ്ട് മിക്സിയുടെ ബൗളിൽ. ഇനി നമുക്ക് അതേ ബൗളിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരുന്ന ചുവന്നുള്ളി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ സ്പൂണോ അല്ലെങ്കിൽ സ്പാച്ചിലായോ വല്ലതും കൊണ്ട് വടിച്ച് എടുത്താലും നമ്മുടെ കയ്യിലാകാതെ തന്നെ നമുക്ക് ഈ ചമ്മന്തി മുഴുവനായിട്ട് ഇതിൽ നിന്നെടുക്കാം. ഇപ്പം ചുവന്നുള്ളി വഴറ്റിയത് മുഴുവനും ചേർത്തിട്ടുണ്ട്. ചുവന്നുള്ളിയും കറിവേപ്പിലയും എല്ലാം വഴറ്റിയത്, പുളിയെല്ലാം കൂടി. ഇനി ആ എണ്ണ മുഴുവനായിട്ട് നമുക്ക് ഇതിലേക്ക് ഈ മിക്സിയുടെ ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിൽ നമ്മൾ ഒട്ടും വെള്ളം ചേർക്കുന്നില്ല. വെള്ളം തൊടാതെ അരച്ചെടുക്കുന്ന ചമ്മന്തിയാണിത്. അതുകൊണ്ടാണിത് കേടുകൂടാതെ ഒരു മാസത്തോളം ഇരിക്കുന്നത്. അപ്പം നന്നായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പം സ്പാച്ചില വെച്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു തരി പോലും ഇല്ലാതെ നമുക്ക് ചമ്മന്തി മുഴുവനായിട്ട് ഈ ബൗളിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റും, നമ്മുടെ കയ്യിൽ ആകാതെ. അപ്പോൾ നന്നായിട്ട് ഉണങ്ങിയ ഗ്ലാസ് ബൗളിലോ ഗ്ലാസ് ബോട്ടിലിലോ ആക്കി നമുക്ക് ഈ ചമ്മന്തി സൂക്ഷിക്കാം. ഇങ്ങനെ നമ്മൾ ചമ്മന്തി റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് തേങ്ങാ ചമ്മന്തി അരയ്ക്കണമെങ്കിൽ, ചോറിന് എല്ലാവർക്കും ഇഷ്ടമുള്ളതാണല്ലോ തേങ്ങാ ചമ്മന്തി, നമ്മളൊരു 2 പിടി തേങ്ങ ചുരണ്ടിയത് മിക്സിയുടെ ബൗളിലേക്കിട്ട് ഈ ചമ്മന്തിയിൽ നിന്ന് 1, 2, 3 ടീസ്പൂൺ ചമ്മന്തിയും കൂടെ ചേർത്ത് ഒന്ന് കറക്കിയെടുത്താൽ നമ്മുടെ അടിപൊളി തേങ്ങാ ചമ്മന്തി റെഡി. അപ്പോൾ ഇങ്ങനെ തയ്യാറാക്കി വെച്ചാൽ തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് അന്നേരം മുളക് വറക്കേണ്ടതൊന്നും ആവശ്യമില്ല. പെട്ടെന്ന് നമുക്ക് തേങ്ങാ ചമ്മന്തി റെഡിയാക്കാം. അപ്പം നമ്മൾ കപ്പ പുഴുങ്ങിയതിൻ്റെ കൂടെ ഈ ചമ്മന്തി നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒരു രക്ഷയില്ല, അടിപൊളി ടേസ്റ്റാണ്. ഇത് ഒരു മാസമൊന്നും നമ്മൾ വെച്ചേക്കത്തില്ല. ഒറ്റ ആഴ്ച കഴിയുമ്പോഴത്തേക്കും തന്നെ നമ്മൾ ഈ ചമ്മന്തിയുടെ ഇടപാട് തീർക്കും. അത്രയ്ക്കും ടേസ്റ്റാണ്. അപ്പം ഇങ്ങനെ നിങ്ങളൊന്ന് ചമ്മന്തി തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങനെയൊന്ന് തയ്യാറാക്കി വെച്ച് നോക്കണം. അപ്പം ഉച്ചയൂണിനൊക്കെ തേങ്ങാ ചമ്മന്തി റെഡിയാക്കണമെങ്കിലും പെട്ടെന്ന് നമുക്ക്
റെഡിയാക്കാം. ഇങ്ങനെ മുളക് ചമ്മന്തി റെഡിയാക്കി വെച്ചാൽ ഇനി ഇങ്ങനെ തന്നെ കൂട്ടേണ്ടവർക്ക് ഇങ്ങനെ തന്നെ കഴിക്കുകയും ചെയ്യാം. താങ്ക് യു.